प्यारे बच्चों, आदाब। आप लोग कैसे हैं? ठीक है ना? छठी जमात की दरसी किताब के पहला यूनिट ख़त्म हो चुका है. നമ്മുടെ പാലേം പോസേം എന്ന ആദ്യ യൂണിറ്റ് നാം പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ യൂണിറ്റിൽ 5 പാഠങ്ങളാണ് നാം പരിചയപ്പെട്ടത്. ഒരു നസം, ഒരു ഗുഫ്തഗു, ഒരു ബയാനിയ, ഒരു ഖത്ത്, ഒരു കഹാനി. ഈ 5 പാഠങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യ പാഠവും അതിനു മുമ്പുള്ള 0 പേജും വിശദീകരിക്കാൻ അബ്ദുന്നൂർ മാസ്റ്റർ നമുക്ക് സമീപമുണ്ട്. ആദ്യ പാഠം മേരി മാ, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞത്, അതിലെ പ്രധാനപ്പെട്ട വർക്ക് എന്താണ്? ഖൈർ മഖദം നൂർമാസ്, ആദ്യ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കൂ. അതെ നൗഷാദ് മാസ്, മേരി മാ എന്ന ആദ്യ പാഠഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് യൂണിറ്റ് 1 പാലേ പോസെ, പരിപാലിക്കാം വളർത്താം എന്ന 0 പേജിനെ കുറിച്ചുകൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 0 പേജിൽ സുന്ദരമായ ഒരു ചിത്രമാണ് വന്നിട്ടുള്ളത്. ഒരു വീടും പരിസരവും, വീടിൻ്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ, പൂച്ചയുണ്ട്, നായയുണ്ട്, പച്ച പിടിച്ച വയലേലകൾ പരിസരത്ത്, സുന്ദരമായ ഒരു വീടും പരിസരവും, ഗ്രാമീണത തുളുമ്പുന്ന വീട്. ഈ ചിത്രത്തിൽ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. മനുഷ്യർ മാത്രമല്ല, നമ്മെ കൂടെ വളർത്തുന്ന ജീവികളും നമ്മുടെ കൂടെ പിറപ്പുകളാണ് എന്ന് വലിയൊരു സന്ദേശം നമുക്ക് ഈ 0 പേജിലൂടെ നമുക്ക് തരുന്നു. ഓക്കെ നൂർമാസ്, ഈ 0 പേജിൽ എന്ത് പ്രവർത്തനമാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്? അതെ, തസ്വീർ മേം ക്യാ ക്യാ ഹെ, ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എഴുതാനായിരുന്നു പ്രവർത്തനം കൊടുത്തിരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഒന്നാമത്തെ പാഠം മേരി മാ, അതെ എൻ്റെ അമ്മ. ഏതൊരു സാഹിത്യകാരനാണെങ്കിലും ഏതൊരു എഴുത്തുകാരനാണെങ്കിലും ആദ്യമേ എഴുതുന്നതും അവർക്ക് മുഴുവനും പറയാനുള്ളതും തൻ്റെ അമ്മയെക്കുറിച്ചായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗം മേരി മാ, എൻ്റെ അമ്മ. സുന്ദരമായ അർത്ഥവത്തായ ഒരു കവിത. അതിൻ്റെ കവിതയുടെ അവസാനം കവി പറഞ്ഞു വെക്കുന്നു, അമ്മയുടെ തൃപ്തിയിലാണ് ദൈവത്തിൻ്റെ പോലും സംതൃപ്തി എന്നാണ് പറഞ്ഞ് കവി അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഈ കവിതയിലെ ഏതാനും വരികൾ ഒന്ന് കേൾപ്പിക്കാമോ? सबसे प्यारी है वो, सबसे अच्छी है जो, मेरी माँ ही तू है, सबसे सच्ची है जो, सबसे प्यारी है वो, सबसे अच्छी है जो. ഈ കവിതയിലെ ഹമാവാസ് അൽഫാസ്, സമാന ശബ്ദപദം എഴുതാനായിരുന്നു 2ാമത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അഞ്ചാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഇത് പഠിച്ചതുകൊണ്ട് മുഴുവൻ കുട്ടികൾക്കും ഇത് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ നാം മനസ്സിലാക്കണം നൗഷാദ് മാഷ്. ഓക്കെ, അമ്മയെക്കുറിച്ചുള്ള ഇതുപോലെ നിരവധി കവിതകൾ, നിരവധി പാട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് പലതും അറിയാം. നൂർമാസ് വിവരങ്ങൾ തന്നതിന് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും വീണ്ടും വരാം. ശുക്രിയ. മേരി മാ എന്ന പാട്ടിനു ശേഷം നമ്മൾ പഠിച്ചത് ദോസ ഓർ ചട്നി എന്ന പാഠമാണ്. ഈ പാഠത്തിൽ അംജദ്, അമ്മിജാൻ ഇവർ തമ്മിലുള്ള ഒരു ഗുഫ്തഗുവാണ്. ഈ പാഠഭാഗം വിശദീകരിക്കാൻ, അതിലുള്ള വർക്കുകളെക്കുറിച്ച് പറയാൻ റഷീദ ടീച്ചർ നമുക്കൊപ്പമുണ്ട്. ടീച്ചർ, ഈ പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത് ഒന്ന് വിശദീകരിക്കാമോ? നൗഷാദ് സാർ, തീർച്ചയായും ഈ പാഠഭാഗം 2ാമത്തെ മൊഡ്യൂള് ദോസ ഓർ ചട്നി എന്ന പാഠഭാഗം ഒരു ഗുഫ്തഗു തന്നെയാണ്. അംജദ്, ഈ മൊഡ്യൂളിലെ കഥാപാത്രം എന്ന് പറയുന്നത്, മെയിൻ കഥാപാത്രം നമ്മുടെ അംജദാണ്. അംജദ് പ്രഭാതത്തിൽ എണീറ്റ് വന്ന് അമ്മയുമായുള്ളൊരു സംസാരമാണ് ഈ പാഠഭാഗത്തിലുള്ളത്.
പ്രഭാത ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒന്നാമതായി വന്നിട്ടുള്ളത്. തന്നിരിക്കുന്ന പ്രഭാത ഭക്ഷണം അതിന് അനുയോജ്യമായ ജോഡ് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള പ്രവർത്തനമായിരുന്നു ആദ്യം വന്നിട്ടുള്ളത്. രണ്ടാമതായി പ്രഭാത ഭക്ഷണത്തിന് ശേഷം അംജദ് ചെല്ലുന്നത് സ്വന്തം തോട്ടത്തിലേക്കാണ്. അവൻ്റെ സ്വന്തം തോട്ടത്തിലേക്കാണ്. സ്കൂളിൽ നിന്ന് ലഭിച്ച മാവിൻ്റെ തോട്ടത്തിൽ പോയി നടുന്ന ഒരു രംഗത്തിലേക്ക് അംജദിൻ്റെ അയൽവാസിയായിട്ടുള്ള രാമുച്ചാച്ച കടന്നു വരികയാണ്. ആ സമയത്ത് അംജദും രാമുച്ചാച്ചയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് രണ്ടാമത്തെ പ്രവർത്തനമായി നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാ കുട്ടികളും വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മൂന്നാമത്തെ പ്രവർത്തനം ആയി വന്നിട്ടുള്ളത് സാൽ കെ ഹാസ് ഹാസ് ദിൻ, നമ്മുടെ വർഷത്തിൽ വരുന്ന പ്രധാന ദിവസങ്ങൾ, ഡേറ്റ്, അതിൻ്റെ പ്രത്യേകത ഇത് എഴുതാനായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന ചെറിയൊരു വർക്കാണ് അത് ഹമ്മാവാസ് അൽഫാസ്, അതായത് സമാന ശബ്ദ പദങ്ങൾ, ഹഫ്ത, രാസ്ത, ബസ്ത പോലെയുള്ള പദങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനുള്ളതാണ്. കുട്ടികളെല്ലാം അത് നല്ല റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ലാസ്റ്റ് വരുന്നത് നൗഷാദ് സാർ ഒരു ഡയറി കുറിപ്പ് എഴുതാനാണ്. നമുക്കറിയാം ഈ പാഠഭാഗം, അംജദിൻ്റെ പാഠഭാഗം തുടങ്ങുന്നത് രാവിലെ അവൻ എണീറ്റത് മുതലുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പാഠഭാഗം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ ഒരു ഡയറി നോട്ടിന് വളരെയധികം പ്രസക്തിയുണ്ട്. അംജദിൻ്റെ ദിനകൃത്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അവരുടെ ഒരു ദിവസത്തെ ഡയറിക്കുറിപ്പ് എഴുതാനുള്ളതായിരുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നൊരു കാര്യം, കുട്ടികളിൽ നിന്നും നല്ല ഫീഡ്ബാക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത്രയും പ്രവർത്തനങ്ങളാണ് ദോസ और ചട്നി എന്നുള്ള പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ശുക്രിയ. ഓക്കെ റസിയ ടീച്ചർ. ഓക്കെ, പിന്നീട് നാം പഠിച്ചത് ദൂദ് കി തര, പാല് പോലെ എന്ന വളരെ മനോഹരമായ ഒരു പാഠമാണ്. ഈ പാഠം വിശദീകരിക്കാൻ സൈനുൽ ആബിദ് മാഷ് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. മാഷ്, ഈ ദൂദ് കി തര എന്ന പാഠത്തിൽ എന്തൊക്കെ പറയുന്നു, അതിലെ വർക്കുകൾ എന്തൊക്കെയാണ്? അതെ നൗഷാദ് മാഷ്, അടുത്ത പാഠം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദൂദ് കി തര, പാല് പോലെ എന്നതാണ്. ഇതിൽ അംജദ് പഡോസിയായ റോഷൻ്റെ വീട്ടിലേക്ക് പോവുകയും റോഷൻ്റെ വീട്ടിൽ മനോഹരമായ ഒരു പശുവിനെയും കിടാവിനെയും കണ്ടുമുട്ടുമ്പോൾ അതിനെക്കുറിച്ച്, ആ പശുവിനെക്കുറിച്ച് പറയുന്ന പാഠഭാഗമാണ്. ഒരുപാട് ഖൽ, കോണ്ട പോലെയുള്ള കുറച്ച് പുതിയ പുതിയ പദങ്ങൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പരിചയിച്ചതുകൊണ്ടാവാം വളർത്തുമൃഗങ്ങളുടെ പേരെഴുതാനും ഇഷ്ടപ്പെട്ട ഒരു വളർത്തുമൃഗത്തിൻ്റെ ചിത്രം വരച്ച് അവയെക്കുറിച്ച് എഴുതാനുമായിരുന്നു ആദ്യ പ്രവർത്തനം. വളരെ ഭംഗിയായിട്ടാണ് കുട്ടികൾ ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അതിനുശേഷമുള്ള രണ്ടാമത്തെ പ്രവർത്തനം പശുവുമായി ബന്ധപ്പെട്ട്, പശു നമുക്ക് നൽകുന്ന ദൂത് ദേത്തി ഹെ, ദൂതുമായി ബന്ധപ്പെട്ട, പാലുമായി ബന്ധപ്പെട്ട ഒരു പദസൂര്യൻ പൂർത്തീകരിക്കുകയും ആ പദസൂര്യൻ നൽകിയിട്ടുള്ള പദങ്ങളുടെ സഹായത്തോടു കൂടി കുറച്ച് സെൻറ്റൻസ് എഴുതാനുമുള്ള പ്രവർത്തനമായിരുന്നു. അതും കുട്ടികൾ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത പ്രവർത്തനം വ്യാകരണവുമായി ബന്ധപ്പെട്ട 2 പ്രവർത്തനങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ളത്. നമ്മുടെ പരിസരങ്ങളിലും ജംഗലിലുമുള്ള വ്യത്യസ്ത മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേര് നൽകി അവയിൽ നിന്ന് പുല്ലിംഗവും സ്ത്രീലിംഗവും വേർതിരിച്ചെഴുതാനുള്ള പ്രവർത്തനമായിരുന്നു. കുട്ടികൾ നല്ല പോലെ ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നീട് 3 കോളങ്ങൾ നൽകി അവയിൽ പദങ്ങൾ നൽകി ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമായിരുന്നു. അവയിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസക്കർ മുഅന്നസ് വേർതിരിച്ചുകൊണ്ട് സെൻറ്റൻസ് എങ്ങനെ ക്രമീകരിക്കണം എന്നതായിരുന്നു.
ഭംഗിയായിട്ടാണ് മൊത്തത്തിൽ ഈ പാഠത്തെ കുട്ടികൾ വിലയിരുത്തുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത്രയുമാണ് പറയാനുള്ളത്. നൗഷാദ് മാഷ്, ശുക്രിയ. ठीक है സൈനുൽ ആബിദ് മാഷ്. പിന്നീട് നാം ചർച്ച ചെയ്തത് ഇജാസത്ത് ദീജിയെ എന്ന പാഠമാണ്. ഒരു കത്തിൻ്റെ ഭാഗമാണ്. ആരെഴുതിയ കത്താണ്, എന്തിനാണ് എഴുതിയത്, ആർക്ക് എഴുതിയതാണ് പരിശോധിക്കാം. ഇത് വിശദീകരിക്കാൻ വേണ്ടി ഇജാസത്ത് ദീജി എന്ന കത്തിൻ്റെ ഈ പാഠം വിശദീകരിക്കാൻ വേണ്ടി മുനീറ ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. ടീച്ചർ, എന്താണ് ഈ പാഠം? ഈ പാഠത്തിൽ എന്താണ് പറയുന്നത്? വർക്കുകൾ എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ നൗഷാദ് സർ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാഠഭാഗം തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയാസ് ഇന്ന് വ്യാപിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ഏതായിരുന്നാലും ഈ കത്തിൽ പറയുന്നത് അംജദ് തൻ്റെ അബ്ബക്ക് എഴുതുന്ന കത്താണ്. അംജദ് തൻ്റെ ഉപ്പാക്ക് എഴുതുന്ന കത്താണ്. സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോകുന്നുണ്ട്. അതിന് അനുവാദം ചോദിച്ചുകൊണ്ട് തൻ്റെ ഉപ്പാക്ക് കത്തെഴുതുന്നതാണ് ഇതിൽ വിവരിക്കുന്നത്. ഇതിലുള്ള ആദ്യ വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കാരണം കത്തുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ വാക്കുകൾ അറിയും അത് എഴുതാനുള്ള വർക്കായിരുന്നു. കുട്ടികൾ വളരെ നല്ല രീതിയിൽ അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. അടുത്ത വർക്ക് എന്ന് പറയുന്നത് അതിലും സിമ്പിൾ എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ മെസ്സേജുകൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി, വാർത്തകൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി എന്തെല്ലാം രീതികളാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അടുത്ത വർക്ക്. അത് വളരെ എളുപ്പമുള്ള ഒരു വർക്ക് തന്നെയെന്ന് പറയാം. മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് സംഭാഷണം പൂർത്തീകരിക്കലാണ്. ഡാക്കിയ പോസ്റ്റ്മാൻ കത്തുമായിട്ട് അംജദിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അംജദ് സന്തോഷത്തോടെ കത്ത് വായിക്കുകയാണ്. ആ സമയം നാനിമാം മുത്തശ്ശി അവനെ നോക്കി നിൽക്കുകയാണ്. അംജദ് എന്താണ് സന്തോഷത്തോടെ വായിക്കുന്നത്? അങ്ങനെ അംജദും നാനിമാമും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്തത്. അടുത്ത വർക്ക് ഒരു യാത്രാ വിവരണം തയ്യാറാക്കലാണ്. മനോഹരമായ ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണം തയ്യാറാക്കലാണ് അടുത്ത വർക്ക്. ഈ 4 വർക്കുകളാണ് ഇജാസത്ത് ദീജിയെ എന്ന ഈ പാഠഭാഗത്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശുക്രിയ. ബഹുത് ബഹുത് ശുക്രിയ മുനീറ ടീച്ചർ. അടുത്ത പാഠം, 5ാമത്തെ അവസാനത്തെ പാഠം ഇന്തിസാർ മേം എന്ന ഒരു വളരെ മനോഹരമായ സുന്ദരമായ ഒരു കഥ. ഈ കഥയുടെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. ഈ ഭാഗം വിശദീകരിക്കുന്നത് അബ്ദുന്നൂർ മാഷാണ്. ഈ പാഠത്തിൽ എന്ത് പറയുന്നു, എന്തൊക്കെ വർക്കുകളാണ് ഇതിൽ കുട്ടികൾക്ക് കൊടുത്തത്? മാഷ്, എന്തെല്ലാമാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്? അതെ, ചരിത്രപ്രസിദ്ധമായ ഒരു കഥയാണ് നൗഷാദ് മാഷ് ഈ പാഠഭാഗത്തുള്ളത്. ഇന്തിസാർ മേം, കാത്തിരിപ്പ് എന്ന പാഠഭാഗത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഏതോ ഒരു അറബ് രാജ്യത്ത് വൃദ്ധയായ ഒരു അമ്മയും കുട്ടിയും ജീവിച്ചിരുന്നു. ഒരു ദിവസം അമ്മക്ക് കലശലായ പനി വന്നു. ദാഹിച്ചു. കുട്ടിയെ വിളിച്ചു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം വന്നപ്പോഴേക്കും വൃദ്ധയായ അമ്മ ഉറങ്ങിപ്പോയിരുന്നു. നേരം പുലരും വരെ അമ്മയുടെ അടുത്ത് കുട്ടി നിന്നു. എണീച്ചപ്പോൾ അമ്മ ചോദിക്കുകയാണ്, മോനെ, ഇതുവരെ നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? കുട്ടി പറഞ്ഞു, വൃദ്ധയായ അമ്മയെ വിളിച്ചുണർത്താൻ എനിക്ക് ശരിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്നതാണ്. അമ്മ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതായിരുന്നു ആ കഥ. ആ കഥയിലെ ആദ്യ പ്രവർത്തനമുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് എഴുതാനായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ച് 2 or 3 വാചകങ്ങളിൽ എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രവർത്തനം പാത്രങ്ങളുടെ പേരുകൾ എഴുതാനായിരുന്നു. മൂന്നാമത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത് നമുക്കറിയാം
ആ പാഠഭാഗത്ത് വൃദ്ധയായ അമ്മക്ക് ദാഹിച്ചപ്പോൾ വെള്ളം കൊണ്ടുവന്ന ആ കഥ, വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമല്ല മറ്റു എന്തിനെല്ലാം ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു അതിലുണ്ടായിരുന്നത്. നാലാമത്തെ പ്രവർത്തനം, വീട്ടിൽ ആരൊക്കെയാണുള്ളത്, ഉറുദുവിൽ റിശ്തേദാറോം കെ നാം ലിഖിയെ എന്ന പ്രവർത്തനമായിരുന്നു. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തെക്കുറിച്ച് 4-5 വാചകങ്ങളിൽ എഴുതാനായിരുന്നു അതിലെ അവസാന പ്രവർത്തനമുണ്ടായിരുന്നത്. മുഴുവൻ കുട്ടികളും എഴുതി എന്ന് തന്നെ നൗഷാദ് മാഷ് നമുക്ക് വിശ്വസിക്കണം. ठीक है നുർമാസ്. ഇത്രയും പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നാം ചർച്ച ചെയ്തത്. ഇവിടെ അത് വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ സ്പെഷ്യൽ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് നന്ദി. ഖുദ ഹാഫിസ്.